അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ എന്താ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇലക്ട്രോലൈറ്റ്സ് എന്താന്ന് പറഞ്ഞു. എന്താ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറിന്റെ മറ്റൊരു പേരാണ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സബ്സ്റ്റൻസ് വിച്ച് പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് അയോൺസ്. അതാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് കേട്ടോ. അപ്പൊ രണ്ടും ഒന്നാണ് കേട്ടോ. എ സബ്സ്റ്റൻസ് വിച്ച് passes electricity through it due to the movement of ions is called electrolyte. എക്സാമ്പിൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞില്ല ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ എന്താണ്? അത് തന്നെയാണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ തന്നെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷെ ഇലക്ട്രോലൈറ്റ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് വാട്ട് ഈസ് ഇലക്ട്രോലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡെഫിനിഷൻ എഴുതണം. ഇനി ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ഇതേ ഡെഫിനിഷൻ എഴുതേണ്ടത്. അത് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ. എക്സാമ്പിൾ. ഓക്കെ. ഇനി ഇലക്ട്രോലൈറ്റ്, പലതരം ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്. പലതരം ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഓക്കെ. ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? An electrolyte which is completely dissociated in water and it produces a large number of ions is called a strong electrolyte. അപ്പോൾ എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ വെള്ളത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ചില ഇലക്ട്രോലൈറ്റ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായി ഡിസോസിയേറ്റ് ചെയ്യും കേട്ടോ. കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും, പൂർണ്ണമായി ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായി ഇറ്റ് പ്രൊഡ്യൂസസ് എ ലാർജ് നമ്പർ ഓഫ് അയോൺസ് വെള്ളത്തിലുണ്ടാവും. അതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ്. അക്വസ് സോഡിയം ക്ലോറൈഡിൽ എന്തുണ്ടാവും? Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും കേട്ടോ. Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും. ഈ Na+ഉം Cl- എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഇലക്ട്രോലൈറ്റിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കേട്ടോ. ചില ഇലക്ട്രോലൈറ്റ് ഉണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യൂല. ഇപ്പൊ NaOH എന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, അതായത് 1,00,000 NaOH വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് 1,00,000 Na+ഉം 1,00,000 OH- മാറും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഇതേപോലെ HCl ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പം an electrolyte which is completely dissociated in water and it produces large number of ions is called strong electrolyte. an example ആണത് കേട്ടോ. HCl, H2SO4, HNO3, NaOH, KOH, aqueous and molten sodium chloride, potassium chloride. ഈ പറയുന്ന എക്സാമ്പിളുകൾ HCl, H2SO4 എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രോങ് ആസിഡാണ്. NaOH, KOH പറഞ്ഞാൽ സ്ട്രോങ് ബേസുകളാണ്. അക്വസ് ആൻഡ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആൻഡ് KCl. അപ്പൊ ഇതൊക്കെ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് 100 HCl ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ 100 H+ഉം 100 Cl- ഉണ്ടാവും. അതേപോലെ 100 NaCl നിങ്ങൾ 100 NaCl മോളിക്യൂൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 100 Na+ഉം 100 Cl- അത് ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെ 100% ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എന്തായിരിക്കും? an electrolyte which is partially dissociated in water, ഭാഗികമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും, അതായത് കുറച്ചേ ഡിസോസിയേറ്റ് ചെയ്യും, and it produces a small number of ions is called a strong electrolyte. അപ്പം an electrolyte which is partially dissociated in water എന്ന് പറയുന്നത് that's very important കേട്ടോ. അപ്പം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പാർഷ്യലായിട്ട്, ഭാഗികമായി അല്ലെങ്കിൽ കുറച്ച് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റുകൾ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറുകളെ വിളിക്കുന്ന പേരാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് കേട്ടോ. അപ്പം അത് പാർഷ്യലായിട്ടേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ, അതിന്റെ ഫലമായി കുറച്ച് അയോണുകളെ ഉണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിനെഗർ എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് CH3COOH. വിനെഗർ നമ്മൾ വീട്ടിലുണ്ടല്ലോ,
എന്തുകൊണ്ടാണ് അത് ശരീരത്തിൽ പൊള്ളാത്തത്? അസറ്റിക് ആസിഡ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല? 1,00,000 അസറ്റിക് ആസിഡ് മോളിക്യൂൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു മോളിക്യൂൾ മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അത് വീക്ക് ആസിഡായി മാറിയത്. അതുകൊണ്ടാണ് നമ്മൾ അച്ചാറിനൊക്കെ അത് ഉപയോഗിക്കാനുള്ള കാരണം. അത് ആരോഗ്യത്തിന് കേടല്ല, അസറ്റിക് ആസിഡ് ആരോഗ്യത്തിന് കേടല്ല. പക്ഷേ അത് ആരോഗ്യത്തിൽ കേട് ആവാത്തത് കൊണ്ട് മാത്രമല്ല, അത് അസറ്റിക് ആസിഡ് നമ്മുടെ ബോഡിക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. അപ്പൊ കുഴപ്പമുണ്ടാക്കാതൊക്കെയുള്ള മെയിൻ കാരണം എന്താണ്? അതൊരു വീക്ക് ആസിഡാണ്. അതായത് അതിന്റെ ഡിസോസിയേഷൻ വെള്ളത്തിൽ കുറവാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും വെള്ളത്തിൽ എന്ന് പറയണം. കാരണം അസറ്റിക് ആസിഡ് ചില ലിക്വിഡിൽ വെരി സ്ട്രോങ് ആസിഡായി ബിഹേവ് ചെയ്യും കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ വീക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് വെള്ളത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പം വെള്ളത്തിൽ അസറ്റിക് ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അസറ്റിക് ആസിഡേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. അതായത് 1,00,000 അസറ്റിക് ആസിഡ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഒരു CH3COO- ഉണ്ടാവും, ഒരു H+ ഉണ്ടാവും. പക്ഷേ HCl ആണെങ്കിലോ 1,00,000 ഇട്ട് കഴിഞ്ഞാൽ 1,00,000 H+ 1,00,000 Cl- ഉണ്ടാവും. അതുകൊണ്ട് അത് വെരി സ്ട്രോങ് ആണ്. അതുകൊണ്ട് അത് വീട്ടിലൊന്നും സൂക്ഷിക്കാൻ പറ്റൂല, പൊള്ളും അല്ലെ? HCl ഒക്കെ പൊള്ളും. സൾഫ്യൂരിക് ആസിഡും അങ്ങനെയാണ്, 100% ഡിസോസിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അത് സ്ട്രോങ് ആയത്, വെള്ളത്തിൽ സ്ട്രോങ് ആയത് കേട്ടോ. H2SO4 എപ്പോഴും സ്ട്രോങ് ആസിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വെള്ളത്തിൽ സ്ട്രോങ് അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 100% കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അതിന് എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. അതിന് എക്സാമ്പിൾ എല്ലാ സ്ട്രോങ് ആസിഡുകളും, എല്ലാ വീക്ക് ബേസുകളും, അല്ല എല്ലാ സ്ട്രോങ് ആസിഡുകളും, എല്ലാ സ്ട്രോങ് ബേസുകളും, അതുപോലെ അക്വസ് ആൻഡ് മോൾട്ടൻ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ. അപ്പൊ എല്ലാ സോൾട്ടുകളും എന്തല്ല? സ്ട്രോങ് അല്ല. ചില സോൾട്ടുകൾ വീക്കും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓൾ സ്ട്രോങ് ആസിഡ്സ്, ഓൾ സ്ട്രോങ് ബേസ് അങ്ങനെയല്ല എഴുതേണ്ടത്. നിങ്ങൾ എഴുതേണ്ടത് സ്ട്രോങ് ആസിഡിന്റെ എക്സാമ്പിൾ ഏതാണ്? HCl, H2SO4 അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, അപ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അതേപോലെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റ് കേട്ടോ. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ ഭാഗികമായി പാർഷ്യലായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയും അതിന്റെ ഫലമായി ഇറ്റ് പ്രൊഡ്യൂസസ് എ സ്മോൾ നമ്പർ ഓഫ് അയോൺസ്, കുറച്ച് അയോൺ ഫോം ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ആണ് വീക്ക്. ഓക്കെ, എക്സാമ്പിൾ ആണെന്ത്? എല്ലാ വീക്ക് ആസിഡുകളും, എല്ലാ വീക്ക് ബേസുകളും. എക്സാമ്പിൾ ഇതാണ്. വീക്ക് ആസിഡിന് എക്സാമ്പിൾ ഏതാണ്? അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, അതേപോലെ ബേസ്, വീക്ക് ബേസ് ആണ് Na2CO3, CaCO3. ഇതൊക്കെ വീക്ക് ബേസ് ആണെന്നൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. K2CO3, NaHCO3, H2C2O4.2H2O, ഓക്സാലിക് ആസിഡ് കേട്ടോ. ഇത് ചേമ്പില്, ആപ്പിളില് ഒക്കെ ഉള്ളൊരു ആസിഡാണിത്. നമുക്കറിയാം ഇത് അങ്ങനെ പൊള്ളൂല കേട്ടോ, ഇതൊരു വീക്ക് ആസിഡാണ്. അപ്പൊ ഓക്സാലിക് ആസിഡ് വീക്ക് ആവാൻ കാരണം അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ മോളിക്യൂൾ, അതായത് ഒരു 10,00,000 ഓക്സാലിക് ആസിഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യും. അതുകൊണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ കുറവായിരിക്കും കേട്ടോ. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിസിറ്റി വളരെ വേഗത്തിൽ ഫ്ലോ ചെയ്യും. ഇലക്ട്രിസിറ്റിന്റെ ഫ്ലോ വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്? അതിൽ ലാർജ് നമ്പർ ഓഫ് അയോൺസ് ഉണ്ട് കേട്ടോ. പക്ഷെ വീക്ക് ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുള്ളൂ? അങ്ങനെ ഫ്ലോ ചെയ്യൂല കേട്ടോ. ഫ്ലോ ചെയ്യാക്കാൻ കാരണം അയോൺസിന്റെ അളവ് കുറവാണ് കേട്ടോ. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? an electrolyte which is completely dissociated in water and it produces large number of ions. അതിന്റെ ഫലമായി അതിലൂടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? നല്ലപോലെ ഫ്ലോ ചെയ്യും. അപ്പൊ ആ വേർഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ ഞാൻ ആ വേർഡ് എഴുതിയിട്ടില്ല. എന്ത്? അത് ഇലക്ട്രിസിറ്റി നല്ലപോലെ ഫ്ലോ ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു വേർഡ് ഞാൻ PDF അയക്കുമ്പോൾ അതിൽ PDF-ൽ ഞാൻ ഇടും കേട്ടോ. കമന്റ് ബോക്സിൽ ഞാൻ ഇടും. അപ്പോൾ അതിൽ ഉണ്ടാവും, നിങ്ങൾക്ക് സെൻഡ് ചെയ്യും ഞാൻ. ഓക്കെ, അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ലാർജ് നമ്പർ ഓഫ് അയോൺസ്. അടുത്ത പോയിന്റ് എന്താണ്? ഇറ്റ് ഇസ് എ വെരി ഗുഡ്
കണ്ടക്ടറാണത് കേട്ടോ. ഇറ്റ് ഈസ് എ വെരി ഗുഡ്, ദാറ്റ് ഈസ് ഇറ്റ് കണ്ടക്ട്സ് മോർ ഇലക്ട്രിസിറ്റി. ഇറ്റ് കണ്ടക്ട്സ് മോർ ഇലക്ട്രിസിറ്റി. ആ പോയിന്റ് ഇവിടെ ഇല്ല, അത് PDF നോട്ടിലുണ്ടാവും കേട്ടോ. ഓക്കെ. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്താണ്? ഇറ്റ് പാർഷ്യലി ഡിസോസിയേറ്റഡ് ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് വെരി സ്മാൾ നമ്പർ ഓഫ് അയോൺസ്. അതിന്റെ ഫലമായി എന്താണ്? എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ലോ ആയിരിക്കും, കുറവായിരിക്കും. ഓക്കെ. അപ്പം അതിന് എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഇനി നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എ സബ്സ്റ്റൻസ് വിച്ച് ഡസ് നോട്ട് പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ഈസ് കോൾഡ് നോൺ ഇലക്ട്രോലൈറ്റ് കേട്ടോ. ഇവിടെ എ സബ്സ്റ്റൻസ് എന്നല്ല ഇവിടെ വേണ്ടത്, ആൻ ഇലക്ട്രോലൈറ്റ് എന്നാണ് വേണ്ടത്. അത് ഞാൻ PDF കറക്റ്റ് ചെയ്യും. ഓക്കെ. ഇവിടെ നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഈ സബ്സ്റ്റൻസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇലക്ട്രോലൈറ്റ് വേണമെന്നില്ല, കാരണം ഇലക്ട്രോലൈറ്റ് അല്ലല്ലോ. അപ്പം എ സബ്സ്റ്റൻസ് വിച്ച് ഡസ് നോട്ട് പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ഈസ് കോൾഡ് നോൺ ഇലക്ട്രോലൈറ്റ്. അപ്പം ചില സബ്സ്റ്റൻസ് ഉണ്ട്, അത് ഇലക്ട്രിസിറ്റിനെ ഫ്ലോ ചെയ്യിപ്പിക്കും. അതിന് ഒരു പേരാണ് ഇൻസുലേറ്റർ എന്ന് പറയും. അതേപോലെ നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ആണെന്ന് വിചാരിക്കും, പക്ഷെ എന്തല്ല, അത് ഇലക്ട്രോലൈറ്റ് അല്ല. അതായത് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അങ്ങനത്തെ ചില സബ്സ്റ്റൻസ്. എക്സാമ്പിൾ ഗ്ലൂക്കോസ് പൊടി നിങ്ങൾ എന്ത് ചെയ്യുക? വെള്ളത്തിൽ കലക്കുക. എന്നിട്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യില്ല. അതിന് കാരണം ഗ്ലൂക്കോസ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അയോൺ ഉണ്ടാവില്ല. ഗ്ലൂക്കോസിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സോഡിയം ക്ലോറൈഡ് പോലെ നമുക്ക് തോന്നുക, ഉപ്പിനെ പോലെ തോന്നുക. പക്ഷേ ഈ ഗ്ലൂക്കോസ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അയോണുകൾ ഉണ്ടാകണം. അയോണുകൾ ഉണ്ടാവില്ല. അയോണുകൾ ഇല്ലെങ്കിൽ, അയോണുകളാണ് ഇലക്ട്രിസിറ്റിനെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ഇലക്ട്രോലൈറ്റ്. ഡെഫിനിഷൻ നമ്മുടെ ഇൻസുലേറ്റർ പോലെ തന്നെയാണ് പറയുന്നത്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, എ സബ്സ്റ്റൻസ് വിച്ച് ഡസ് നോട്ട് പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ഈസ് കോൾഡ് നോൺ ഇലക്ട്രോലൈറ്റ്. എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, എത്തനോൾ. ഇതൊന്നും എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യില്ല കേട്ടോ. കാരണം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അയോണുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് മോളിക്യൂൾ ആയിട്ട് നിൽക്കും, അത് ഡിസോസിയേറ്റ് ചെയ്യൂല. അപ്പൊ ഡിസോസിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇതെന്താണ്? ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ. ഇനി ഇലക്ട്രോളിസിസ്. എന്താണ് ഇലക്ട്രോളിസിസ്? ഒരു ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. ആ ഡിസോസിയേറ്റ് ചെയ്യുന്ന പ്രോസസ്, അതായത് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ് വെള്ളത്തിലൂടെ അല്ലെങ്കിൽ ഉപ്പ് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉപ്പ് വെള്ളത്തിലെ ഉപ്പ് എന്തായി മാറും? സോഡിയവും ക്ലോറിനുമായി മാറും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്നാണ് വിളിക്കുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇലക്ട്രിസിറ്റി ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിലൂടെ, അതായത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് എന്തായി മാറും? അത് ഡിസോസിയേറ്റ്, ഡീകമ്പോസ് ചെയ്യും കേട്ടോ. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ചെറിയൊരു ഡീകമ്പോഷൻ നടക്കും. പക്ഷെ കംപ്ലീറ്റ് ആയി ഡീകമ്പോഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വന്നിട്ട് ഡീകമ്പോസ് ചെയ്യും. ഇവിടെ ഡീകമ്പോസ് ചെയ്താൽ മാത്രം പോലെ ഡീകമ്പോസ് ചെയ്തിട്ട് അതൊരു പുതിയൊരു സബ്സ്റ്റൻസ് ആയി മാറും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നതിന്റെ ഫലമായി ഇലക്ട്രോലൈറ്റ് ഡീകമ്പോസ് ചെയ്യും. ഈ ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ഈ പ്രോസസ്സ് നടക്കുന്നതിന്റെ ഫലമായി എന്തുണ്ടാവും? ഇലക്ട്രോലൈറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ സോഡിയവും ക്ലോറിനും ഉണ്ടാവും. അത് നിങ്ങൾ ഇവിടെ ഇതല്ല, നിങ്ങൾ ഇത്രയും ഡെഫിനിഷൻ എഴുതുന്നുണ്ടോ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി ഇലക്ട്രോലൈറ്റിക് സെല്ല്. അപ്പം ഈ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് നമ്മൾ എന്തിലാണ് എടുക്കുക? ഒരു സെല്ലിലാണ് എടുക്കുക, ഒരു ഡിവൈസിലാണ് എടുക്കുക. ആ ഡിവൈസിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. The device which is used for the electrolysis is called electrolytic cell. It converts electrical energy into chemical energy. Okay.
ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.